ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? മഴയൊക്കെ എങ്ങനെ പോകുന്നു എല്ലായിടവും? പിന്നെ ഇത് നമ്മൾ മൂന്നാറിൽ പോയപ്പോൾ എടുത്ത ഒരു വീഡിയോസാണ് കേട്ടോ. ഇപ്പോഴൊന്നും പോയ വീഡിയോ അല്ല, ഇത് ഒരു വർഷമൊക്കെ ആയി. ആ സമയം ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുത്തതായിരുന്നു. പക്ഷേ പിന്നെ അതിന് ടൈമൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് ഇപ്പം മൊബൈലിലാണെങ്കിൽ ഫുള്ള് സ്റ്റോറേജ് കംപ്ലീറ്റ് ആയി. അപ്പോൾ എനിക്ക് എല്ലാം ഡിലീറ്റ് ചെയ്യേണ്ട കാര്യമുണ്ട്. അതുകൊണ്ട് ഇതങ്ങനെ ചുമ്മാ എനിക്ക് ഡിലീറ്റ് ചെയ്യാനും തോന്നിയില്ല. അതുകൊണ്ട് മാത്രം ഞാൻ എഡിറ്റ് ചെയ്തിരുന്ന വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ ഒന്നും മറക്കല്ല കേട്ടോ. പിന്നെ നല്ല രസമായിരുന്നു കേട്ടോ അങ്ങോട്ട് പോകുമ്പോൾ ഉള്ളൊരു യാത്രയൊക്കെ എന്ന് പറയുന്നത്. ആ പോകുന്ന ടൈമിൽ ഞാൻ എത്രയൊക്കെ നല്ല സ്ഥലങ്ങളിൽ ആ സ്ഥലങ്ങളിലേക്ക് മാക്സിമം വീഡിയോസ് ഞാൻ എടുക്കാൻ നോക്കിയിട്ടുണ്ട്. ചില ടൈമിൽ പറ്റിയിട്ടില്ല കേട്ടോ. നല്ല മാക്സിമം വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു യാത്രയായിരുന്നു. ഇത് നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ട് ഇറങ്ങിയിട്ട് ഇതൊരു അമ്പലമാണെന്ന് തോന്നുന്നു കേട്ടോ. അമ്പലമാണ്. അവിടെ വെച്ചിട്ട് എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. ചായ കുടിക്കാനൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ്. നല്ല ഒരു ക്ലൈമറ്റും നല്ല ഭംഗിയാണ് കേട്ടോ അവിടെ കാണാനൊക്കെ ആയിട്ട്. പിന്നെ അവിടെ നിന്നിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. നല്ല മലയും ഒക്കെ ആയിട്ട് നല്ലൊരു ഭംഗിയാണ് അവിടെ കാണാനായിട്ട്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ തിരിച്ചു. എനിക്കൊന്ന് സന്ധ്യയൊക്കെ ആയി കേട്ടോ. ഞങ്ങൾ ഇറങ്ങിയപ്പോഴും കുറച്ച് ലേറ്റായി പോയി. പിന്നെ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നതും. ഇത് നല്ല ഭംഗിയില്ലേ കാണാൻ? സൂര്യാസ്തമിച്ച് ഇങ്ങനെ വരുന്നതൊക്കെ കാണാനായിട്ട് നല്ല രസമില്ലേ? അങ്ങനെ ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വരുന്ന വഴി പിന്നെ ഞങ്ങൾ ഈ ബ്ലോസം ഹൈഡൽ പാർക്ക് എന്ന് പറഞ്ഞ ഒരു പാർക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ രാത്രിയായേ. അവിടെ ഞങ്ങളിവിടെ പ്രിപ്പയർ ചെയ്ത് വന്നതല്ല ഇവിടെ കയറാനായിട്ട്. വരുന്ന വഴി ഇത് കണ്ടപ്പോൾ ജസ്റ്റ് അവിടെ നിന്നിട്ട് കയറിയതാണ്. ഞാൻ പിന്നെ ഇതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞു തരാവേ. മൂന്നാർ ടൗണിൽ നിന്നിട്ട് ഏകദേശം ഒരു 3 കിലോമീറ്റർ അകലെ കൊച്ചി ദിശയിൽ സ്ഥിതി ചെയ്യുന്നതാണ് ബ്ലോസം ഹൈഡൽ പാർക്ക് കേട്ടോ. വിദൂര നഗരങ്ങളിൽ നിന്നും വിദേശത്ത് നിന്നുമുള്ള വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന പുത്തൻ പൂക്കൾ, മുതിരപ്പുഴ നദി, പച്ചപ്പ് നിറഞ്ഞ ഭൂപ്രകൃതി, ദേശാടന ജലപക്ഷികൾ, പർവ്വത ചിത്രശലഭങ്ങൾ എന്നിവയാൽ സമ്പന്നമാണ് ഈ വിചിത്രമായ ഭൂപ്രകൃതി. മനോഹരമായ മുതിരപ്പുഴ റിവർ, മൂടൽമഞ്ഞ് നിറഞ്ഞ കണ്ണൻദേവൻ ഹിൽ ടീ എസ്റ്റേറ്റുകൾ എന്നിവയുടെ തീരത്താണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. സന്ദർശകർക്ക് ഒരേ സമയം വിശ്രമവും ഉന്മേഷവും അനുഭവിക്കാൻ വിശാലമായ സൗകര്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന വിശാലമായ ലാൻഡ്സ്കേപ്പ് മൗണ്ടുകൾ, പൂന്തോട്ടങ്ങൾ, ജലധാര, ഫിഷ് അക്വേറിയം, ഫിഷ് മസാജ്, സിപ്ലൈൻ, പുൽത്തകടികൾ എന്നിവയെല്ലാം സന്ദർശകർക്ക് വേണ്ടി ഇവിടെയുണ്ട് കേട്ടോ. ഇവിടെ സമൃദ്ധമായി കാണപ്പെടുന്ന പുത്തൻ പർവ്വത പൂക്കളുടെ സുഗന്ധം ആസ്വദിക്കാനും കഴിയും. പശ്ചാത്തലത്തിൽ സംഗീതത്തോടൊപ്പം ക്യാമ്പ് ഫയർ പോലുള്ള സൗകര്യങ്ങൾ ഹൈഡൽ പാർക്ക് സന്ദർശിക്കുന്ന വിനോദസഞ്ചാരികൾക്കിടയിൽ പ്രസിദ്ധമാണ്. മനോഹരമായ പശ്ചിമഘട്ടത്തിൻ്റെയും മൂന്നാറിലെ മറ്റൊരു ജനപ്രിയ ആകർഷണമായ കണ്ണൻദേവൻ ഹിൽ ടീ എസ്റ്റേറ്റുകളുടെ മൂടൽമഞ്ഞുള്ള മടക്കുകളുടെയും അതിശയകരമായ കാഴ്ചകൾ പാർക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. നിശബ്ദമായ വായുഛർദിയിലൂടെയും പ്രകൃതി മാതാവിൻ്റെ കൈകളിൽ ഏകാന്തമായ നടത്തത്തിലൂടെയും യാത്രയിലുടനീളം അവരോട് മന്ത്രിച്ചുകൊണ്ടും ഇത് വിനോദസഞ്ചാരികളെ പുനരുജ്ജീവിപ്പിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നത് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിവിടെ വന്നു. ഇത് എൻട്രൻസിൽ അകത്തോട്ട് കയറി വരുമ്പോൾ ഉള്ളതാണ്. എനിക്ക് തോന്നുന്നു അവിടെ നടുക്കായിട്ട് ഇപ്പോൾ കാണുന്ന പോലെ ഉണ്ട്. എൻ്റെ ഉള്ളിൽ ആരൊക്കെയോ ഇരിക്കുന്ന പോലെ ഫീലാണ്. കറക്റ്റായിട്ട് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടില്ല. ഇതാണ് അതിൻ്റെ ആ ഒരു വ്യൂ എന്ന് പറയുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇത് നമ്മൾ നേരിട്ട് തന്നെ കാണുന്നത് തന്നെയാണ് അതിൻ്റെ ആ ഒരു ഭംഗി. പക്ഷെ നമ്മൾ വീഡിയോ എടുത്തെങ്കിൽ അത്രയും ഭംഗി വന്നിട്ടില്ല. കുട്ടികളെല്ലാം നല്ല ഹാപ്പി ആയിട്ട് ഇതുവഴിയാണ് അകത്തോട്ട് കയറി പോകുന്നത്. ലൈറ്റൊക്കെ ഇട്ട് നല്ല രീതിയിൽ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതുവഴിയാണ് നമ്മൾ ഉള്ളിലോട്ട് കയറി പോണത്. അപ്പോൾ ഇനി നമ്മൾ ഇവിടെ നിന്ന് പോയിട്ടുള്ള അകത്തോട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാവേ. ഇതാണ് അകത്തോട്ട് കയറി വരുമ്പോൾ കാണുന്നത്. നല്ല രസമുണ്ട് കാണാനല്ലേ. നല്ല ലൈറ്റും ഒക്കെ ആയിട്ട്. ഞങ്ങൾ രാത്രി ആയതുകൊണ്ടാണ്, പകലത്തെ കാര്യം ഞങ്ങൾക്കറിയില്ല. പക്ഷേ രാത്രി നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനൊക്കെ ആയിട്ട്. ഒരുപാട് ആൾക്കാരുണ്ട്, നല്ല തിരക്കുണ്ട് കേട്ടോ.
ഇവിടെ വെറൈറ്റി ആയിട്ടുള്ള ഫ്ലവേഴ്സും ഒക്കെ ഉണ്ട്. കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഒരുപാട് ടോയ്സും പാർക്ക് പോലൊക്കെ എല്ലാവരും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുട്ടികളെല്ലാം ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. നമുക്കിവിടെ വരുമ്പോൾ നല്ല ഒരു പോസിറ്റീവ് ഫീൽ ചെയ്യും. നമ്മൾ ഈ മൂന്നാറിലൊക്കെ പോകുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കുറച്ച് നേരം ഇവിടെ നിന്ന് ടൈം സ്പെൻഡ് ചെയ്തിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കും നമുക്കും ഒക്കെ ഭയങ്കര വളരെ ഹാപ്പി ആയിരിക്കും. നല്ല ഒരു പോസിറ്റീവ് ഫീൽ ചെയ്യും കേട്ടോ. അവിടെ വരുമ്പം നമ്മളെ മൈൻഡ് തന്നെ ഒന്ന് നല്ലൊരു റിഫ്രഷ് ആവും. പല വെറൈറ്റി ചെടികളും ഒക്കെ ഉണ്ട്. ദേ മോൻ ഇതിൽ കൂടെയൊക്കെ ഒന്ന് കളിക്കുവാണ് കേട്ടോ. കുട്ടികളൊക്കെ വളരെ ഹാപ്പിയാവും. ഒരു മൂന്നാറിലോട്ട് വരുന്ന പറഞ്ഞാൽ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇങ്ങോട്ട് കയറുമെന്ന്. ഇത് കണ്ടപ്പോൾ തന്നെ കുട്ടികൾ വളരെ ഹാപ്പിയായി. അങ്ങനെ അവൻ ഭയങ്കരമായിട്ട് കളിക്കുകയൊക്കെ ചെയ്യുവാണ് കേട്ടോ. ഞങ്ങൾ ഒരുപാട് ലേറ്റായി പോയി വന്നപ്പോൾ. കുറച്ചുകൂടെ നേരത്തെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യാം. ഞങ്ങൾ വന്നപ്പോൾ അത്ര ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഒത്തിരി ടൈം അവിടെ ഒന്നും സ്പെൻഡ് ആക്കാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. പിന്നെ അവിടെ ലൈറ്റ് ഓഫ് ആക്കിയപ്പോഴാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അത്രയ്ക്ക് ലേറ്റായി പോയി ചെന്നപ്പോൾ തന്നെ. നേരത്തെ വരുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. പിന്നെ കുറച്ചൊക്കെ എന്തൊക്കെയോ ക്ലോസ് ആക്കി ഇട്ടേക്കുമായിരുന്നു. ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഒന്നും കയറാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഫിഷ് മസാജ്, ഫിഷ് അക്വേറിയം എന്ന ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്, സിപ്പ് ലൈൻ, അതൊന്നും നമ്മൾ രാത്രി ആയതുകൊണ്ട് തന്നെ അവിടെ ഒന്നും കണ്ടില്ല. പിന്നെ മോന് ഊഞ്ഞാലൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുവാണ്. എനിക്കൊന്ന് വെക്കേഷൻ ടൈം എങ്ങാണ്ടാന്ന് തോന്നുന്നു. വെക്കേഷൻ ടൈം എങ്ങാണ്ടാണ് വന്നിരുന്നത് കേട്ടോ. നമ്മൾ ഒട്ടും പ്രിപ്പയർഡ് അല്ലാത്തത് കൊണ്ട് പെട്ടെന്ന് അങ്ങ് ഇറങ്ങിയത് കൊണ്ടാണ് ഇത്രയും ലേറ്റും ആയത്. ഒട്ടും പ്രതീക്ഷിക്കാതെ. കാരണം നമ്മൾ എപ്പോഴും നേരത്തെ ഇറങ്ങണം, ഇന്നടുത്ത് പോകണം എന്നൊക്കെ പറഞ്ഞ് പ്രിപ്പയർ ചെയ്ത് പ്ലാനൊക്കെ ചെയ്തിരിക്കും. പക്ഷെ ആ സമയത്തൊന്നും നടക്കാറില്ല. മിക്ക സമയങ്ങളിലും ആ സമയത്ത് തോന്നി ആ സമയത്ത് അങ്ങ് ഇറങ്ങി പെട്ടെന്ന് പ്ലാൻ ചെയ്തെല്ലാം ഒന്നും അറേഞ്ച് ചെയ്തിട്ട് പെട്ടെന്ന് അങ്ങ് ഇറങ്ങും. ആ ഒരു രീതിയിലാണ് വരുന്നത്. അത് ഇപ്പോഴും അതുപോലെ തന്നെയാണ് കേട്ടോ. കണ്ടോ എന്ത് നല്ല രസമാണ് കാണാൻ. വെറൈറ്റി ആയിട്ടുള്ള ചെടികൾ എല്ലാവരും ഒരു നല്ല രീതിയിലാണ് എല്ലാവരും കേട്ടോ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ലൈറ്റും രാത്രിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ലൈറ്റൊക്കെ വന്നപ്പോഴാണെങ്കിലും അടിപൊളിയായിട്ടുണ്ട്. ഈ ചെടികളിൽ പൂക്കളൊക്കെ നിൽക്കുന്നതും പിന്നെ ജിറാഫ്, പിന്നെ മരങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിലും അവർ ലൈറ്റ് നല്ല രീതിയിലൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓരോ സ്പോട്ടിലും ലൈറ്റിൻ്റെ അറേഞ്ച്മെൻറ്റ്സും ഫ്ലവേഴ്സ്, പിന്നെ ഗാർഡൻസ്, പിന്നെ നമ്മളെ ചെടിച്ചട്ടികളെല്ലാം നല്ല രീതിയിലാണ് അവർ അറേഞ്ച് ചെയ്തിട്ട് വെച്ചിരിക്കുന്നത്. എല്ലാം നല്ല അടുക്കും ചിട്ടയോടും കൂടി നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓരോ ഭാഗത്ത് വന്നാലും കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. അത് നിങ്ങൾ വന്ന് കണ്ട് അനുഭവിച്ച് തന്നെ അറിയണം, എന്നാൽ മാത്രമേ അത് മനസ്സിലാവത്തുള്ളൂ. അത്ര അധികം ഭംഗിയാണ്. പിന്നെ കുറേ പാർട്ടൊക്കെ എനിക്ക് തോന്നുന്നു കട്ടായി പോയിട്ടുണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റായി പോയതാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ കയറി വരുന്ന നമ്മൾ ഈ ബ്ലോസം ഹൈഡൽ പാർക്ക് എന്നും പറഞ്ഞ് എഴുതി വെച്ചേക്കുന്ന ഒരു ബോർഡൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയോ അതൊക്കെ മിസ്സായിപ്പോയി. പിന്നെ ഇടയ്ക്ക് ഐ ലവ് മൂന്നാർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ബോർഡുണ്ട്. അതിൻ്റെ മുമ്പിൽ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തതാണ്. പക്ഷെ അതൊന്നും കാണുന്നില്ല. അതൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ. പിന്നെ കുട്ടികളൊക്കെ അവിടെ നിന്നിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുവാണ്. ഇവിടെ വന്ന് ഈ ഫോട്ടോസ് വീഡിയോസൊക്കെ അങ്ങനെ എടുക്കുന്ന ആൾക്കാർക്കൊക്കെ ഇവിടെ വന്നിട്ട് ഓരോന്നും എടുക്കാനൊക്കെ ഭയങ്കര ഒരു വൈബാണ് കേട്ടോ. പിന്നെ ഊഞ്ഞാൽ, പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് മഴയൊക്കെ മഴ പെയ്തപ്പോൾ നല്ല പണി കിട്ടി. പിന്നെ അവിടെ ഷെയ്ഡ് ഉള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് കയറി നിൽക്കാൻ പറ്റും. അതിന് ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. മഴയൊക്കെ പെയ്ത് ആ ഒരു സ്ഥലത്തോട്ടാണ് എല്ലാവരും കയറി നിന്നത്. കുറച്ച് ആൾക്കാർ ഇരിക്കുന്ന കണ്ടില്ലേ, ആ ഒരു സ്പേസിലോട്ട് നമ്മൾ കയറി നിന്നു. അതിനുശേഷം പിന്നെ മഴയൊക്കെ ഒന്ന് കുറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവർ ഊഞ്ഞാലൊക്കെ ഒന്ന് ആടുവാണ്. അങ്ങനെ കുട്ടികളുടെ കളിയും ചിരിയും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരുപാട് സമയം അങ്ങനെ ചിലവായി പോയി കേട്ടോ. വളരെ നല്ല രസമായിരുന്നു. നല്ലൊരു അനുഭവമായിരുന്നു ഇവിടുത്തെ ആ ഒരു ഇതെന്ന് പറയുന്നത്. പിന്നെ അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ടൈമൊക്കെ അവസാനിക്കാറായെന്ന് തോന്നുന്നു. ആ ഒരു സമയത്തുള്ള വീഡിയോസൊക്കെ ആയി എടുത്തിരിക്കുന്നത്. അങ്ങനെ ഊഞ്ഞാലാടി. കുട്ടികൾക്കൊന്നും അവിടുന്ന് വരാനേ ഒട്ടും താല്പര്യമില്ലായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. അവിടെ നിൽക്കുമ്പോൾ തന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ഐ ലവ് മൂന്നാർ എന്ന് പറഞ്ഞ് മുമ്പ് പറഞ്ഞില്ലേ. പക്ഷെ അത് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. എന്നാലും പിന്നെയും കുറച്ചൊക്കെ വീഡിയോസൊക്കെ എടുത്തിട്ട് എനിക്കൊന്ന് കറക്റ്റ് അറേഞ്ച്മെൻറ്റിലെല്ലാം തോന്നുന്നു എടുത്തേക്കുന്നത്. ഞാൻ പെട്ടെന്ന് എടുത്തിട്ട് വീഡിയോസ് ഇട്ടേക്കുവാണ്. അവസാനമായിട്ട് എടുത്ത പിക്ചറാണിത്. അങ്ങനെ വീഡിയോ അവസാനിച്ചിരിക്കാനും. വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ബൈ.